വിരിഞ്ഞ കലോത്സവ വേദിയിൽ നിറഞ്ഞാട്ടം, ഗോത്രകലകളാൽ ഊരിന്റെ പകർനാട്ടം. മത്സരം ഉത്സവമാകുന്നു. കല വഴി ഒന്നാകുന്ന നദികൾ പകരുന്നത് ഒരുമയുടെ സംസ്കാരം. ആനന്ദ നിർവൃതിയിലും ചില സങ്കോചം ബാക്കിയുണ്ട്. ലൈഫിൽ ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കയറുന്നത്. വളരെ സന്തോഷം കൂടിയുണ്ട്. കളിക്കുന്നതിന് മുമ്പ് ഇത്തിരി ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. പോകുമ്പോന്ന് പിന്നെ കളിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു. ചില സ്റ്റെപ്പൊക്കെ ശരിയാകാനുണ്ട്. ഓരോ ചുവടിനും അതിൻ്റെ ആയിട്ട് ഇതുണ്ട്. പക്ഷേ ഈ എടുക്കുമ്പോൾ അവർക്ക് ചിലവർക്ക് വേഗം ഇതായതുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളെ പാട്ടിന് ഒരു ഇതുമില്ലാത്ത ചിലവർക്ക് പാട്ടൊന്നും അത്ര ഞങ്ങളുടെ ഇതിൽ കിട്ടുന്നില്ല. ചിലവർ വേറെ രീതിക്കൊക്കെയാണ് പാടുന്നത്. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ ചെറുപ്പം തൊട്ടേ ഇത് ചെയ്തു വരുന്നത് കൊണ്ട് കിട്ടുന്നുണ്ട്. പാട്ടും ചുവടുമെല്ലാം ഒരേപോലെ ഒന്ന് തന്നെ. കാസർഗോഡ് വെച്ചിട്ട് നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം നമ്മളവിടെ പള്ളിയിൽ നിർത്തി അവതരിപ്പിച്ചിരുന്നു. ആ സമയത്ത് അവർ യൂട്യൂബിലിട്ട ഒരു പാട്ടാണ്. അതാണ് എല്ലാവരും കോപ്പി വരുന്നത്. കുറവ് കലയ്ക്കല്ല, കലയിലേക്ക് എത്താനുള്ള വഴിക്ക്. വരും വർഷങ്ങളിലായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ഏത് വേഷത്തിലായാലും അതിൻ്റെ കളികളിലായാലും അതിൻ്റെ ഒരു മൊത്തത്തിൽ ആ രീതിയിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും. എന്തായാലും ചേർത്തു നിർത്തൽ തനതു പൈതൃകം തച്ചുടച്ചാകരുത്, ഉൾക്കൊള്ളണം. ഇത് സ്റ്റേറ്റ് കലോത്സവത്തിൽ വന്നത് വളരെ നമ്മുടെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനം ചെയ്യും. പക്ഷേ അതിൽ പൊതുസമൂഹങ്ങൾ ഇനി ബിസിനസ് എന്നുള്ള രീതിയിൽ പിന്നീട് കയറാൻ ചാൻസ് ഉണ്ട്. അത് തീർത്തും ഒഴിവാക്കിയിട്ടുള്ള തികച്ചും നമ്മുടെ ഏറ്റവും തനത് ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിലുള്ള, കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഇത് സംഭവം ഉണ്ടാവണം. ഉത്സവം മത്സരമാകരുത്, മത്സരം മാർക്കിനും. ജില്ലയിൽ തന്നെ അപ്പീൽ മുഖേനയാണ് നമുക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ തഴയുന്ന ഒരവസ്ഥ വരുന്നു. ശരിക്കും ഗോത്രകലകൾ നമ്മൾ അത് വാല്യൂ ചെയ്യണമെങ്കിൽ ആ ഗോത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ വേണം. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഗോത്രകലകളൊക്കെ ചെയ്തത് സാധാരണ നൃത്താധ്യാപകന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ശരിക്കും അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലെത്തില്ല. ഇവർക്ക് ഇനിയുമേറെയുണ്ട് ദൂരം. ചുവട് മുന്നോട്ട്, ഒന്നിച്ചു തന്നെ, ഒന്നിനും മേൽ ചേരേൽപ്പിക്കാതെ ചേർത്തു നിർത്താം. കല വളരണം, കാട് നാട്ടിൽ പൂക്കണം. പട്ട് വണ്ണ ഉടുത്തലേ മകറാണി നീതേ, ആടിപ്പാടി നടന്നലേ മകറാണി. ജോം ടി കെക്കൊപ്പം അക്ഷയ ദാമോദരൻ, മാതൃഭൂമി ന്യൂസ്.